ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ സിംഗിൾ ഇൻഡെക്സ് മോഡൽ വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് വൺ വരുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. സോ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കോവിറ്റ്സ് തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ അസറ്റ്സിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസറ്റ്സിൻ്റെ പ്രൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് പറഞ്ഞാൽ ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ഇൻ മിഡ് 1960s ബൈ വില്യം ഷാർപ്പ്, ജോൺ ലിൻഡർ ആൻഡ് ജാൻ മോസിൻ ഇൻഡിപെൻഡന്റ്. ഇവർ 3 പേരുമാണ് ഈ ഒരു CAPM എന്ന് പറയുന്ന ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത് 1960 കാലഘട്ടങ്ങളിൽ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അവരെന്താണ് ജോയിന്റ് ആയിട്ടുള്ള, അവരെല്ലാം ഇൻഡിപെൻഡന്റ്ലി ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് ഇത് മുന്നിലേക്ക് വെച്ചത്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ തിയറി ഓഫ് മാർക്കോവിറ്റ്സ്. മാർക്കോവിറ്റ്സിന്റെ പോർട്ട്ഫോളിയോ തിയറി നമ്മൾ പറഞ്ഞില്ലായിരുന്നു, എഫിഷ്യന്റ് ഫ്രോണ്ടിയർ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ മുമ്പിൽ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ പോർട്ട്ഫോളിയോ തിയറി. സോ ഈ മാർക്കോവിറ്റ്സിന്റെ പോർട്ട്ഫോളിയോ തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ ഒരു കാര്യം വരുന്നത് അല്ലെങ്കിൽ CAPM വരുന്നത്. It derives the relationship between the expected return and the risk of individual securities and portfolios in the capital market if everyone behave in the way the portfolio theory suggests. ഇവിടെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്സ്പെക്ടഡ് റിട്ടേൺ ആൻഡ് ദ റിസ്ക് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസ്. സോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസിന്റെയും എക്സ്പെക്ടഡ് റിട്ടേണും അതിന്റെ റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു CAPM നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇത് ഇതിന് കുറച്ച് ഹൈപ്പോത്തീസിസ് ഉണ്ട്. സോ ഈ ഒരു ഹൈപ്പോത്തീസിസ് അല്ലെങ്കിൽ അസംഷൻസ്, ഈ അസംഷൻസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഈ അസംഷൻസ് എല്ലാം ക്ലിയർ ആണ് എങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് മോഡേൺ പോർട്ട്ഫോളിയോ തിയറി. ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറി എന്ന് പറയുന്നത് ഈ CAPM-ന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ്. സോ ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിക്കകത്ത് മെയിൻ ആയിട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് നോഷൻസ് ആണ് വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ചിന്തകളാണ്. സോ ഈ മോഡേൺ പോർട്ട്ഫോളിയോ തിയറിക്കകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നത് നോഷൻ ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. നമ്മളൊരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക്കലി നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് റിസ്ക്കും റിട്ടേണും. എനിക്ക് എത്ര റിട്ടേൺ കിട്ടും, ഞാൻ എത്ര റിസ്ക് ബെയർ ചെയ്യേണ്ടി വരും. നോഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ, എനിക്ക് എത്രത്തോളം ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം ഡൈവേഴ്സിഫൈ ചെയ്താൽ എൻ്റെ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എനിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നോഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ. സോ ഇനി ഞാൻ ഏത് പോർട്ട്ഫോളിയോ ആണ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ളതാണോ ഡിഫെൻസീവ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ആണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. സോ അതാണ് നോഷൻ ഓഫ് പോർട്ട്ഫോളിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് പോർട്ട്ഫോളിയോ ഞാൻ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള ചിന്ത. പിന്നെ വരുന്നതാണ് നോഷൻ ഓഫ് ഡോമിനൻസ്. സോ ഏതാണ് ഡോമിനേറ്റിംഗ് പോർട്ട്ഫോളിയോസ് അല്ലെങ്കിൽ എന്തിനെയാണ് ഞാൻ ഡോമിനൻസ് ആയിട്ട് കാണേണ്ടത്, ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഞാൻ റിസ്ക് ആയിരിക്കും ഞാൻ ചിലപ്പം ഡോമിനേറ്റിംഗ് ആയിട്ട് നോക്കുന്നത്, എനിക്ക് ഇത്ര റിസ്ക് മതി, സോ അതിനനുസരിച്ചുള്ള റിട്ടേൺ എനിക്ക് ഉണ്ടായാൽ മതി. സോ അല്ലെങ്കിൽ എനിക്ക് റിസ്ക് എത്ര വേണമെങ്കിലും ഞാൻ എടുത്തോളാം, പക്ഷെ റിട്ടേൺ എനിക്ക് മാക്സിമം കിട്ടണം. സോ ഇങ്ങനെ എൻ്റെ ഡോമിനൻസ്. സോ ഞാൻ ഏത് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പോർട്ട്ഫോളിയോ ആണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ വരുന്നതാണ് നോഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക്. സോ മാർക്കറ്റ് റിസ്ക്, ഇവിടെ നോഷൻ ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു അത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾക്ക് എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം അല്ലെങ്കിൽ സീറോയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇവിടെ നോഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നോൺ ഡൈവേഴ്സിഫയബിൾ ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കാത്ത റിസ്ക് ആണ്. എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് റിസ്ക് ഓരോ പോർട്ട്ഫോളിയോയിലും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിലും നമുക്ക് എത്രയുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവണം. അതുപോലെ നോഷൻ ഓഫ് ബീറ്റ, മാർക്കറ്റ് പെർഫോമൻസിനനുസരിച്ച് നമ്മൾ സിംഗിൾ ഇൻഡെക്സ് പറഞ്ഞ ഇപ്പം നമ്മൾ ബീറ്റ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സിംഗിൾ ഇൻഡെക്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞാണ് ബീറ്റ എന്ന് പറയുന്നത്. സോ ബീറ്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോൺ ഡൈവേഴ്സിഫയബിൾ റിസ്ക് തന്നെയാണ് ശരിക്കും. മാർക്കറ്റിനനുസരിച്ച് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ പെർഫോമൻസിനനുസരിച്ച് എത്രത്തോളം ചേഞ്ച് ഈ ഒരു നമ്മുടെ
പോർട്ട്ഫോളിയോയ്ക്കോ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ നമ്മൾ കുറച്ചും കൂടെ അങ്ങ് പോയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു ബീറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ പ്യുവർ റിസ്ക് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു എന്താണ്, നമ്മൾക്ക് പെർഫെക്റ്റ്ലി നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് എന്താ റിസ്കിനെ നമുക്ക് സീറോ വരെ എത്തിക്കാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കോൺസെപ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷന്റെ കോൺസെപ്റ്റ് എടുത്താൽ നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്യും തോറും എന്താണ് ഈ ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നതിന്റെ ലെവല് താഴേക്കാണ് വരിക. സോ നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. സോ ബാക്കി വരുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതിനെയാണ് നമ്മൾ ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പിന്നീട് കുറച്ച് അടുത്ത വരും സ്ലൈഡുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ നമ്മൾ സിംഗിൾ ടെക്സ്റ്റിൽ പറഞ്ഞപ്പോൾ മാർക്കറ്റിനനുസരിച്ച് എങ്ങനെ ഒരു പർട്ടിക്കുലർ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സെക്യൂരിറ്റി പെർഫോം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ എന്താ മാർക്കറ്റ് പോർട്ട്ഫോളിയോസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഈ ബീറ്റയുടെ അർത്ഥം കുറച്ചുകൂടി അങ്ങ് മാറിയിട്ട് എന്തായി മാറും, അത് ആക്ച്വൽ റിസ്ക് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ആയിട്ട് തന്നെ ബീറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നോഷൻ ഓഫ് ബീറ്റ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അസംഷൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. സോ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽസിന്റെ അസംഷൻസ് ആണ് ഇത്. ഈ അസംഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഈ CAPM മുന്നിലേക്ക് പോകുന്നത്. നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാകാം, ഒരു പരിധി വരെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് വരാം ഈ CAPMന്റെ അകത്ത്. സോ അതുകൊണ്ടാണ് അവരെ അസംഷൻസ് വെക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും കൊമേഴ്സിന് അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകളെ കുറ്റം പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കുറെ അസംഷൻസ് ഉണ്ടാവും. ഈ അസംഷൻസ് നടന്നെങ്കിൽ മാത്രമേ ആ തിയറി എന്താ വർക്ക്ഔട്ട് ആവത്തുള്ളൂ. പക്ഷേ ഈ അസംഷൻസ് എന്ന് പറയുന്നത് ജന്മകാലത്ത് നടക്കാത്ത സാധനമാണ്. സോ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. സോ ഏതൊരു തിയറി ആയിക്കോട്ടെ അതിന് കുറെ അസംഷൻസ് ഉണ്ടാവും. ഈ അസംഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ആ തിയറിക്ക് പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ അസംഷൻസ് പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ റിസ്ക് ആൻഡ് റിട്ടേൺ അസസ്മെന്റ്സ്. ഇവിടെ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും റിസ്കിനെയും റിട്ടേണിനെയും അസസ് ചെയ്ത് ആ ഒരു അസസ്മെന്റിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അത് നോർമലി നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ സെക്യൂരിറ്റി ക്യാൻ ബി അണ്ടർടേക്കൻ ഇൻ ഇൻഫിനിറ്റ്ലി ഡിവിസിബിൾ യൂണിറ്റ്സ്. ഒരു പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും അതിനെ സബ് ഡിവൈഡ് ചെയ്ത് സബ് യൂണിറ്റുകളാക്കിയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഓർഡിലോട്ടിന്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതേപോലെ നമുക്ക് സബ് ഡിവിസിബിൾ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് പക്ഷേ പ്രാക്ടിക്കലായിട്ട് നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു അസംഷൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഷോർട്ട് സെൽ എനി എമൗണ്ട് ഓഫ് ഷെയർസ് വിതൗട്ട് എനി ലിമിറ്റ്സ്. ഇതും പറഞ്ഞിരിക്കുന്ന ഷോർട്ട് സെല്ലും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്ത് ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം നമ്മൾ വിൽക്കുന്നു, അതിനുശേഷം ട്രേഡിങ് തീരുന്ന സമയത്ത് വില കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ മേടിക്കുകയും അത് സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഷോർട്ട് സെൽ എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതൊരു ഇൻവെസ്റ്ററിനും എത്ര വേണമെങ്കിലും ഷോർട്ട് സെല്ലിംഗ് നടത്താൻ, ഒരു ലിമിറ്റ് ഇല്ലാതെ എത്ര വേണമെങ്കിലും ഷോർട്ട് സെല്ലിംഗ് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് കരുതുന്നു. പർച്ചേസ് ആൻഡ് സെയിൽ ബൈ എ സിംഗിൾ ഇൻവെസ്റ്റർ കാനോട്ട് അഫക്ട് പ്രൈസ്. ഒരു സിംഗിൾ ഇൻവെസ്റ്ററിന് ഒരിക്കലും പ്രൈസിനെ അഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ദർ ആർ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാൻ പാടില്ല. അതും ജന്മകാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ്. കാരണം നമുക്ക് ട്രാൻസാക്ഷൻ കോസ്റ്റ് എപ്പോഴും ഉണ്ടാകും. അത് എന്താ ഒന്നെങ്കിൽ ബ്രോക്കറേജ് അങ്ങനെയുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഒരു സാധനമാണ്, അടുത്ത പോയിന്റിൽ വരുന്ന ഒരു കോസ്റ്റ് എന്താണോ നമുക്ക് ഉണ്ടാകും. ദ ട്രാൻസാക്ഷൻസ് ആർ ഡൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് പേഴ്സണൽ ഇൻകം ടാക്സ്. പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ദ ഇൻവെസ്റ്റർ ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് എനി എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഡിസൈഡ് അറ്റ് ആൻ ഐഡന്റിക്കൽ റിസ്ക്ലെസ് റേറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ CML SML എന്നൊക്കെ പറഞ്ഞ് ബോറോയിങ് ലെൻഡിങ് എന്നൊക്കെ ഉള്ള ഇത് വരുന്നത് ശരിക്കും ഈ ഒരു അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഒരു ഇൻവെസ്റ്ററിന് എത്ര എമൗണ്ട് വേണമെങ്കിലും ബോറോ ചെയ്യാനോ ലെൻഡ് ചെയ്യാനോ സാധിക്കും. അതിന്റെ എമൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് റിസ്ക്ലെസ് റേറ്റ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ റേറ്റ് എത്രയാണോ അതേ റേറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ബോറോ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ബോറോയിങ് ലെൻഡിങ് എന്താന്നുള്ളത് വഴിയെ വരുന്നുണ്ട്. സോ ഇത്രയാണ് അസംഷൻസ് ഓഫ് CAPMന്റെ അകത്ത്
വരുന്നത്. സോ ഇതിൻ്റെ അത് മെയിൻ ആയിട്ട് വരുന്ന എഫിഷ്യൻ ഫ്രണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ്. നമ്മൾ ഓൾറെഡി എഫിഷ്യൻ ഫ്രണ്ടിയർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോവിറ്റ്സ് മോഡലിൻ്റെ അകത്ത്. സോ എഫിഷ്യന്റ് ഫ്രണ്ടിയർ എങ്ങനെ വന്നു എന്നുള്ളത് രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ നമുക്കിത് പോകാം. സോ ഈ ABC എന്ന് പറയുന്ന ഈ ഒരു കേർവ് ആണ് ആക്ച്വലി എഫിഷ്യന്റ് ഫ്രണ്ടിയറിൻ്റെ അത് നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ മതി. ABC എന്ന് പറയുന്ന ഈ ഒരു കേർവ് ആണ് നമ്മുടെ എഫിഷ്യന്റ് ഫ്രണ്ടിയർ. സോ അതിൻ്റെ അകത്ത് നമ്മൾ B എന്ന് പറയുന്ന പോർഷൻ ആണ് അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ആണ് തിരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ എന്താണ് ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്നത് ആ B എന്ന് പറയുന്ന പോയിന്റിലാണ്. സിംഗിൾ ടച്ചിങ് വരുന്നത് ആ ഒരു പോയിന്റിലായതുകൊണ്ട് അതാണ് നമ്മളുടെ പോർട്ട്ഫോളിയോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ ഗ്രാഫിൽ വരുന്ന RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. റിസ്ക് ഫ്രീ റേറ്റിൽ നമ്മൾക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് RF എന്ന് പറഞ്ഞ് വരുന്നത്. സോ നമുക്ക് X ആക്സിസിന്റെ അകത്ത് പോർട്ട്ഫോളിയോ റിസ്ക്കും Y ആക്സിസിൽ പോർട്ട്ഫോളിയോ റിട്ടേണും നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്ര നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ assume that a riskless asset available for investment. നമ്മൾക്ക് ഇവിടെ റിസ്ക്ലെസ് ആയിട്ടുള്ള ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് അവന്യൂ നമ്മൾക്ക് അവൈലബിൾ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ റിസ്ക്ലെസ് ആയിട്ട് ഷുവർ ആയിട്ട് കിട്ടുന്ന കാര്യം, അല്ല എങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, അല്ല എങ്കിൽ ബ്ലൂ ചിപ്പ് കമ്പനീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. സോ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ റിസ്ക്ലെസ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾക്ക് റിസ്ക്ലെസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് അവന്യൂ കൂടെ നമ്മൾക്ക് അവൈലബിൾ ആണ്. സോ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോർഷൻ ഓഫ് ഫണ്ട് നമ്മൾക്ക് റിസ്ക് ലെസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കും. ഇൻവെസ്റ്റ് എ പോർഷൻ ഓഫ് ഫണ്ട് in the riskless asset which would be equivalent to lending at the risk-free assets rate of return. പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫണ്ടിന്റെ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിന്റെ എന്താണ് ലെൻഡിങ് റേറ്റ് എത്രയാണോ ആ റേറ്റ് തന്നെയായിരിക്കും എവിടെ കിട്ടുന്നത്, ഈ ഒരു റിസ്ക്ലെസ് അവന്യൂവിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്നത്. ഇൻവെസ്റ്റിംഗ് ഇൻ എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ അസറ്റ് ആൻഡ് റിസ്കി അസറ്റ്സ്. സോ ഞാനിവിടെ പറഞ്ഞത് എന്താണ്, പോർഷൻ ഓഫ് ഫണ്ട് എന്നാണ് പറഞ്ഞത്. സോ എൻ്റെ കയ്യിൽ മുഴുവനായിട്ട് ഒരു ഫണ്ട് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 5 ലക്ഷം രൂപ റിസ്കി ആയിട്ടുള്ള ഈ ഗ്രാഫിൽ കാണുന്ന B എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുന്നു, റിസ്ക് ഫ്രീ ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഈ RF എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും എൻ്റെ 5 ലക്ഷം രൂപയുടെ റിട്ടേൺ ഉണ്ടാവുക. ബാക്കി 5 ലക്ഷം രൂപയുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഈ B എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എനിക്ക് ഉണ്ടാവുക. സോ 5 ലക്ഷമായിട്ട് ഞാൻ ഇടുന്നു, അല്ലെങ്കിൽ എത്ര 8 ലക്ഷം 2 ലക്ഷമായിട്ട് ഇടുന്നു, അല്ലെങ്കിൽ 7 ലക്ഷം 3 ലക്ഷമായിട്ട് ഇടുന്നു. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ എമൗണ്ടിന്റെ ഒരു പോർഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, റിസ്ക് ഫ്രീ ആയിട്ടുള്ള അവന്യൂവിൽ ഞാൻ ഇടുന്നു. അത് ആക്ച്വലി എന്താണ്, ലെൻഡിങ് എന്താണ് റേറ്റിലാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് അതിനെ ലെൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ബോറോവിങ് ആൻഡ് ലെൻഡിങ് നമ്മൾക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. ആ റേറ്റിൽ തന്നെയാണ് ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് റിസ്ക് ഫ്രീക്കകത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ ലെൻഡിങ് ആയിട്ട്, ഞാൻ ഒരാൾക്ക് കടം കൊടുത്തതായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചതായിട്ട് എനിക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ലെൻഡിങ് എന്നുള്ള ഒരു പേര് വരുന്നത്. സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലും ഞാൻ പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിട്ടേണും റിസ്ക്കും കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. സോ റിട്ടേൺ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് RC എന്ന് പറഞ്ഞ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ. ഈ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയ്ക്കകത്ത് എന്താണ്, ഈ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. റിസ്ക് ഫ്രീയുടെ പോർഷനും വരുന്നുണ്ട്, റിസ്കി ആയിട്ടുള്ള B എന്ന് പറയുന്ന പോർഷനും വരുന്നുണ്ട്. സോ RF എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ ഞാൻ കുറച്ച് ഫണ്ട് ഇട്ടിട്ടുണ്ട്, B എന്ന് പറയുന്ന പോർഷനിലും ഞാൻ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് എൻ്റെ എന്താണ് കമ്പൈൻഡ് പോർട്ട്ഫോളിയോ, റിസ്ക് ഫ്രീയുമായിട്ടുള്ള കമ്പൈൻഡ് പോർട്ട്ഫോളിയോ. സോ ഈ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ആണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ വെച്ച് കാണുന്നത്. സോ അതിന്റെ ഇക്വേഷൻ കാണുന്നത് എന്താണ്, ഒമേഗ RM പ്ലസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു RF ആണ്. സോ ഇതിൻ്റെ അത് ഒമേഗ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ ആണ്. എന്ന് വെച്ചാൽ ഞാൻ റിസ്കി പോർട്ട്ഫോളിയോയിൽ എൻ്റെ എത്ര ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ
എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യുന്നു, റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ ഒബിയസ്ലി എന്തായിരിക്കും, ബാക്കി 5 ലക്ഷമായിരിക്കും ഞാൻ റിസ്ക് ഫ്രീക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ആ ഒരു 0.5 അല്ലെങ്കിൽ 50% അതിനെയാണ്, അല്ലെങ്കിൽ 0.5 ആ ഒരു ഇതിനെയാണ് ഞാൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഒമേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പെർസെൻറ്റേജ് കാണുമ്പോൾ എന്താണ്, എൻ്റെ 100% ഫണ്ട് ഉണ്ടായിരുന്നു. ആ 100% ഈക്വൽ ടു 1 നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 100% ഫണ്ടിൽ ഞാൻ എത്ര പോർഷൻ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ ഒമേഗ അല്ലെങ്കിൽ W പോലത്തെ ആ സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നോർമലി എന്റെ റിസ്ക് ലെസ് ആയിട്ടുള്ളത് എന്തായിരിക്കും, ഈ ഒമേഗ കഴിഞ്ഞുള്ള ബാക്കി പോർഷൻ ആണ്. എന്ന് വെച്ചാൽ 100%ൽ നിന്നും ഈ ഒമേഗ എന്ന് പറയുന്ന പോർഷൻ കഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട്, ദാറ്റ് മീൻസ് 1 മൈനസ് ഒമേഗ. അതാണ് ഞാൻ റിസ്ക് ലെസ് ആയിട്ട് വരുന്ന പോർഷനിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോറി, റിസ്ക് ലെസ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത്. സോ ആർ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ റിസ്കി പോർട്ട്ഫോളിയോ, അതുപോലെ RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ഓൺ റിസ്ക് ലെസ് ആസെറ്റ്, അല്ലെ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ റിസ്ക് ലെസ് ആസെറ്റ്. സോ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് എന്താണ് കമ്പൈൻഡ് ആയിട്ടുള്ള ഈ ഒരു എന്താ പറയാ പോർട്ട്ഫോളിയോയുടെ, ഈ കമ്പൈൻഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു പോർഷന്റെ ഇതെടുത്തിട്ടുണ്ട് എങ്കിൽ ഈ ഒരു പോർഷനിൽ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ ഒരു എന്താ റിസ്കി ആയിട്ടുള്ള പോർഷന്റെ റിട്ടേണും പ്ലസ് റിസ്ക് ലെസ് ആയിട്ടുള്ള പോർഷന്റെ റിട്ടേണുമാണ് ഉണ്ടാവുക. സോ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മൾക്ക് എന്ത് കിട്ടുക, നമ്മളുടെ എന്താ പറയാ ടോട്ടൽ റിട്ടേൺ ആയിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് അങ്ങനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്, ഈ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന, ഇപ്പൊ നിങ്ങൾ അസ്യൂം ചെയ്യുക, നിങ്ങൾ 2 കേസ് അസ്യൂം ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആ 10 ലക്ഷം രൂപയും ഞാൻ ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ 100% ഫണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു പോർഷൻ ഞാൻ എടുത്ത് 5 ലക്ഷം രൂപ ഞാൻ എടുത്ത് റിസ്കി പോർട്ട്ഫോളിയോയിലും ബാക്കി 5 ലക്ഷം രൂപ എടുത്ത് ഞാൻ റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഇത് ഈ ഫസ്റ്റ് കേസിൽ എന്ന് വെച്ചാൽ 100% ഞാൻ ബിയിൽ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് നോർമലി എന്താ കിട്ടുക, ഈ ബി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എനിക്ക് എന്ത് കിട്ടുക, റിട്ടേൺ കിട്ടുക, അല്ലെ. ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും Y ആക്സിസിലേക്ക് നേരിട്ട് വരച്ചാൽ എന്തായിരിക്കുമോ ആ ഒരു പോർഷൻ ആയിരിക്കും, ആ ഒരു വാല്യൂ ആയിരിക്കും എൻ്റെ ബി എന്ന് പറയുന്ന 100% റിസ്കി പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചാൽ എന്തായിരിക്കും, ഏത് പോയിന്റിലാണോ വന്ന് മുട്ടുന്നത് ആ X ആക്സിസിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിരിക്കും എൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ സെക്കൻഡ് കേസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, എനിക്ക് 100% ഞാൻ ഈ ഒരു എന്താ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിട്ടേണിനേക്കാൾ കുറവായിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും എനിക്ക് കിട്ടുക. സോ എന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ബിനും RFനും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്റെ റിസ്ക് ഫ്രീ റിട്ടേൺ എത്രയാണോ അതെന്താണല്ലോ 100% എനിക്ക് കിട്ടും, അല്ലെ. ഞാൻ 5 ലക്ഷം രൂപ റിസ്ക് ഫ്രീ ആയിട്ടുള്ളതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അത് നഷ്ടം വരാൻ ഒരു ചാൻസും ഇല്ല, കാരണം അതുകൊണ്ടാണ് എന്നെ റിസ്ക് ഫ്രീ എന്ന് വിളിക്കുന്നത്. സോ എന്താണേലും ആ ഒരു വാല്യൂ എനിക്ക് കിട്ടും, മിനിമം ആയിട്ട് ആ വാല്യൂ എനിക്ക് കിട്ടും. പിന്നെ ബാക്കി വരുന്ന 5 ലക്ഷം രൂപ ഞാൻ റിസ്കി ആയിട്ടുള്ളതിൻ്റെ അകത്ത് ഇട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു പോർഷൻ അതിൻ്റെ അകത്തുനിന്നും എനിക്ക് കിട്ടും. അത് ഇത്ര എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, എത്രയെങ്കിലും എനിക്ക് കിട്ടും. സോ ഈ ബി എന്ന് പറയുന്ന പോയിന്റിന്റെയും RF എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എനിക്ക് എവിടെ കിട്ടുക, ഈ കമ്പൈൻഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ആയിട്ട് കിട്ടുക. എന്ന് വെച്ചാൽ ഈ ബിനെയും RFനെയും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈനും കൊണ്ട് ബന്ധിപ്പിച്ചാൽ ആ ഒരു പോർഷനിലായിരിക്കും എന്തുണ്ടാവുക, എൻ്റെ റിട്ടേൺ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിനെയാണ് ഞാനിവിടെ ഈ ആൽഫ അല്ലെങ്കിൽ O വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് O അല്ല, ഒരു ആൽഫ നിങ്ങൾ എടുത്തു, ആൽഫ വെച്ച് ചുമ്മാ
ആൽഫ വെച്ച് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എനിക്ക് 100% റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറവായിട്ടുള്ള ഒരു റിട്ടേൺ ആണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് അതിനേക്കാളും ബെനഫിഷ്യൽ ആയിട്ട് കിട്ടുന്നില്ല, അതിനേക്കാൾ കുറവായിട്ടുള്ള ഒരു വാല്യൂ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. കാരണം എൻ്റെ നല്ലൊരു പോർഷൻ എവിടേക്ക് പോയിട്ടുണ്ട്, റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷനിൽ റിസ്ക് കുറവായതുകൊണ്ട് തന്നെ റിട്ടേണും കുറവായിരിക്കും. സോ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് നമ്മൾക്ക് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ്. സോ റിസ്ക് കണക്കാക്കുന്ന സമയത്ത് റിസ്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഇക്വേഷൻ തന്നെ വാല്യൂസും അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസ് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒമേഗ സിഗ്മ എം പ്ലസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു സിഗ്മ എഫ്. സോ ഇതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പോർഷൻ, ഈ ഇക്വേഷന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ റിസ്കി പോർട്ട്ഫോളിയോയുടെ എന്താണ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ എന്താ പറയാ അതിന്റെ റിസ്ക് ആണ്. ഈ പ്ലസിന് ശേഷമുള്ള പോർഷൻ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് ആണ്. സോ റിസ്ക് ഫ്രീ എന്ന് പറയുന്ന ഒരു സാധനത്തിന് പിന്നെ അവിടെ റിസ്ക് ഉണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി ഈ പ്ലസ് സൈനിന് ശേഷമുള്ള ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈക്വലൻ ടു 0 ആയിരിക്കും അല്ലെ. റിസ്ക് ഫ്രീ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 മൈനസ് ഒമേഗ ഇൻറ്റു സിഗ്മ എഫ് എന്ന് പറയുന്ന അത്രയും വാല്യൂ 0 ആയിരിക്കും, ഈക്വലൻ ടു 0. കർവ് നിങ്ങൾ നോക്കുക. ചെയ്യുന്നതിനേക്കാൾ ബെനഫിഷ്യൽ ആക്ച്വലി എവിടെ കിട്ടും നമ്മൾക്ക്, ഈ ഒരു കമ്പൈൻഡ് പോർട്ട്ഫോളിയോയിൽ കിട്ടും. എന്ന് വെച്ചാൽ റിട്ടേൺ കൂടുതൽ കിട്ടും എന്നല്ല, പക്ഷെ എന്താണ്, നമ്മൾ എടുക്കുന്ന റിസ്കിന് നമ്മൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു. നമ്മൾക്കിപ്പം 100% നമ്മൾക്ക് എന്താണ് റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ ഈ സെയിം റിസ്കിന് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫിഷ്യന്റ് ഫണ്ടിയർ എന്ന് പറയുന്നത്. എന്റെ ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഇതിന് ചേർന്നായിരിക്കും പോവുക. സോ ഈ എയിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സോ എനിക്ക് എന്ത് കിട്ടുന്നു, ഈ എയിന്റെ അത്രയും റിസ്ക്കും ആ എയിന്റെ അത്രയും റിട്ടേണും കിട്ടും. പക്ഷെ ഞാൻ ആൽഫ എന്ന് പറയുന്ന ലെൻഡിങ് ചെയ്തതോടുകൂടി എനിക്ക് എന്താ സംഭവിച്ചത്, എനിക്ക് എയുടെ അത്രയും തന്നെ റിസ്ക് വരുന്നുള്ളൂ, പക്ഷെ റിട്ടേൺ എന്ത് സംഭവിച്ചു, വളരെ കൂടി. സോ ഞാൻ വളരെ കുറച്ച് റിസ്ക് എടുക്കുന്നുള്ളൂ, പക്ഷെ ആ റിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഹയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ എനിക്ക് കിട്ടും. സോ ഇതാണ് ലെൻഡിങ്ങിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് എഫിഷ്യന്റ് ഫ്രണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ എൻ്റെ ഒരു 100% ഫണ്ടും ഞാൻ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു പോർഷൻ ഞാൻ എടുത്ത് റിസ്ക് ഫ്രീ ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിലെ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്താണ്, എൻ്റെ റിസ്ക് കപ്പാസിറ്റി എനിക്ക് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റിസ്ക് ബെയറിംഗ് എനിക്ക് കുറയ്ക്കാൻ സാധിക്കും. ആ കുറഞ്ഞ റിസ്കിൽ കമ്പാരിറ്റീവ്ലി ഹയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ എനിക്ക് ലഭിക്കുകയും ചെയ്യും. സോ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് എഫിഷ്യന്റ് ഫ്രോണ്ടിയർ വിത്ത് ബോറോവിങ്. ബോറോവിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ അവിടെ ലെൻഡിങ് ആ പറഞ്ഞത്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. സോ ഈ 10 ലക്ഷം രൂപയുടെ ഒരു പോർഷൻ ഞാൻ എടുത്ത് റിസ്ക് ഫ്രീ അസറ്റിന്റെ അകത്ത്
ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ റിസ്ക് ഫ്രീ റേറ്റിൽ ഞാനൊരു 3 ലക്ഷം രൂപയും കൂടെ ബോറോ ചെയ്യുന്നു, കടം മേടിച്ചിട്ട് ഈ 13 ലക്ഷം രൂപയും കൂടെ ഞാൻ എവിടെ കൊണ്ടുപോയിട്ടിടുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ ആണ് ഈ ബോറോവിങ്ങിന്റെ അകത്ത് വരുന്നത്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ഫണ്ട് വിത്ത് ബോറോവിങ്ങിന്റെ അകത്തേക്ക് വരുന്നത്. So the investor is borrowing at the risk-free rate and investing an amount larger than his own fund in the risky portfolio. So ഇവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് അല്ല, പക്ഷെ റിസ്ക് ഫ്രീ റേറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ബോറോ ചെയ്യുകയും ആ ഫണ്ട് കൂടെ കൂട്ടി, അപ്പൊ എന്റെ ഓൺ ഫണ്ടും ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ബോറോഡ് ഫണ്ടും ഉണ്ട്. സോ എന്റെ 10 ലക്ഷം രൂപയും ഉണ്ട്, അതിനകത്തേക്ക് ഞാൻ ഈ റിസ്ക് ഫ്രീ റേറ്റിൽ ബോറോ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കടം മേടിച്ചിരിക്കുന്ന 3 ലക്ഷം രൂപയും കൂടെ കൂട്ടി 13 ലക്ഷം രൂപയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതാണ് റിസ്കി പോർട്ട്ഫോളിയോയിലേക്ക് എന്റെ ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ അതിനകത്ത് വരുന്നത് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് സച്ച് എ ലിവേർഡ് പോർട്ട്ഫോളിയോ ക്യാൻ ബി. ലിവേർഡ് വരാൻ കാരണം അവിടെ ഡെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. സോ നമ്മൾ നോർമലി ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ലിവേർഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒക്കെ പഠിക്കാറുള്ളതാണ് അല്ലെ, ലിവറേജ് ഒക്കെ പഠിക്കുന്നതാണ്. സോ എന്താണ് ക്യാപിറ്റൽ ലിവറേജ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ദ പോർഷൻ ഓഫ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് എത്ര പോർഷൻ ഓഫ് ഡെപ്റ്റ് വരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ലിവറേജിന്റെ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഇവിടെ ഡെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇവിടെ ലിവേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലിവേർഡ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ബോറോഡ് ഫണ്ട് കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഈ പോർട്ട്ഫോളിയോയുടെ റിസ്ക്കും റിട്ടേണും കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ എന്താണ് ഇതിന്റെ റിട്ടേൺ കാണാൻ വേണ്ടിയിട്ട് RL കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിവേർഡ് പോർട്ട്ഫോളിയോടെയാണ് ആ L വരുന്നത്. സോ റിട്ടേൺ ഓഫ് ലിവേർഡ് പോർട്ട്ഫോളിയോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ലെൻഡിങ്ങിൽ ചെയ്ത അതേ സെയിം ഇക്വേഷൻ ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിലുള്ള 100% ഫണ്ട് ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത് അല്ലെ, 10 ലക്ഷം രൂപയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. സോ അതിന്റെ 100% അതാണ് നമ്മൾ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്റെ ഫണ്ട് എത്രയാണോ, എന്റെ കയ്യിലുള്ള ഫണ്ട് എത്രയാണോ, ഓൺ ഫണ്ട്, അതാണ് 100%. ബാക്കി ബോറോ ചെയ്യുന്ന ഫണ്ട് ആ 100%-ലെ മുകളിലേക്ക് വരുന്നതാണ്. സോ ഇവിടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 100%-നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫണ്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്റെ കയ്യിലുള്ള 100% ഫണ്ടും പിന്നെ എത്ര പെർസെന്റേജ് ആണ് ഞാൻ ബോറോ ചെയ്തിരിക്കുന്നത് അതും കൂടെ. സോ 100-നേക്കാൾ കൂടിയ ഒരു വാല്യൂ ഓഫ് പ്രൊപ്പോർഷൻ ആണ് ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ സിഗ്മ RM എന്ന് പറയുന്നത് നോർമലി എന്തായിരിക്കും, നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഈ ലിവേർഡ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് ഒമേഗ RM എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവിടെ മൈനസ് വരുന്നു. ഇവിടെ മൈനസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, കോസ്റ്റ് ഓഫ് ബോറോവിങ് അല്ലെ. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിച്ചിട്ടില്ലേ, നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് വരുന്ന ചെലവ് എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന പലിശ, ഇക്വിറ്റി വഴി നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ അതിന് കൊടുക്കുന്ന ഡിവിഡൻഡ്. സോ ഇങ്ങനെ എന്തിനും ഒരു കോസ്റ്റ് ഉണ്ടാവും. സോ ഞാനിവിടെ റിസ്ക് ഫ്രീ റേറ്റിലാണ് ഫണ്ട് ബോറോ ചെയ്തിരിക്കുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് എന്നവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 0 പലിശ എന്നല്ല പറഞ്ഞേക്കുന്നത്, അവിടെ ഒരു റേറ്റ് ഉണ്ട്, റിസ്ക് ഫ്രീ റേറ്റ് അവിടെയുണ്ട്. സോ ഈ റേറ്റ് ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സോ ആ റേറ്റ് കഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്റെ റിട്ടേൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത്. സോ എനിക്ക് മൊത്തമായിട്ട് കിട്ടുന്ന ഗ്രോസ് റിട്ടേണിൽ നിന്നും ഞാൻ എന്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കഴിച്ചിട്ടുള്ള ബാക്കിയാണ് എന്റെ നെറ്റ് ഇൻകം ആയിട്ട് അല്ലെങ്കിൽ നെറ്റ് റിട്ടേൺ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കുക. സോ അതുകൊണ്ടാണ് അവിടെ ആ ഫസ്റ്റ് മൈനസ് സിമ്പിൾ വരാൻ കാരണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ω-1. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 1 - ω ആയിരുന്നു. കാരണം എന്തായിരുന്നു, നമ്മുടെ 100% ഫണ്ടിൽ നിന്നിന്റെ ഒരു പോർഷനാണ് നമ്മൾ ലെൻഡ് ചെയ്തത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താണ്, 100%-നേക്കാൾ മുകളിൽ വരുന്ന ഒരു ഫണ്ടാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. സോ ω എന്ന് പറയുന്ന വാല്യൂവിനാണ് കൂടുതൽ ഉണ്ടാവുക. സോ ഞാൻ 13 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി അവിടെ എന്താ വരിക, 130% മൈനസ് 100%. സോ അവിടെ എന്ത് വരും, അഡീഷണൽ ഒരു 30% വരുന്നുണ്ട്. സോ ഇതാണ് ശരിക്കും ഇവിടെ വർക്കിംഗ് വരുന്നത്. സോ എന്റെ പ്രൊപ്പോർഷൻ -1 ഇൻറ്റു RF എന്ന് വെച്ചാൽ ഞാൻ എത്രയാണ് ബോറോ ചെയ്ത ഫണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്, അത് ഇൻറ്റു RF. സോ ഈ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോറോഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവേർഡ് പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത്, ഇത് നമ്മൾ എന്തിൽ തന്നെയാണ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്,
റിസ്കി പോർട്ട്ഫോളിയോയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് കാണേണ്ട കാര്യമില്ല. നമ്മൾ തൊട്ട് മുമ്പുള്ള ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് റിസ്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഈ ഒരു പോർഷൻ ഒഴിവാക്കി കളഞ്ഞായിരുന്നു അല്ലെ. സെക്കൻഡ് പോർഷൻ നമ്മൾ 1 മൈനസ് ഒമേഗ ഇൻറ്റു സിഗ്മ എഫ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കി കളഞ്ഞായിരുന്നു. സോ നമുക്ക് കിട്ടുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒമേഗ സിഗ്മ എം എന്ന് പറയുന്നതാണ്. ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് എവിടെയും വരിക. ഈ ബോറോവ്ഡ് അല്ലെങ്കിൽ ലിവേർഡ് പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാണാനും ആ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ എന്താ ലെൻഡിങ് നടക്കുന്നില്ല, ബോറോവിംഗ് ആണ്. 100% ഇൻവെസ്റ്റ്മെന്റും എവിടെ തന്നെയാണ് വരുന്നത്, റിസ്കി പോർട്ട്ഫോളിയോയിൽ തന്നെയാണ് വരുന്നത്. സോ ആ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും, ഒമേഗ സിഗ്മ എം. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞ എന്താണ്, ദ ഫസ്റ്റ് ടേം ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ദ ഗ്രോസ് റിട്ടേൺ ഏൺഡ് ബൈ ദ ഇൻവെസ്റ്റ്മെന്റ്. ദ സെക്കൻഡ് ടേം റെപ്രസെന്റ് ദ കോസ്റ്റ് ഓഫ് ബോറോവിംഗ് ഫണ്ട്. ആ ഫണ്ട് ബോറോ ചെയ്യാൻ നമുക്ക് വന്ന കോസ്റ്റ്, അതാണ് ആ സെക്കൻഡ് പോർഷൻ വരുന്നത്. അതാണ് അവിടെ നമ്മൾ കുറച്ച് കാണിക്കുന്നത്. സോ ഇതാണ് നമ്മളുടെ ബോറോവിങ്ങിന്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, റിസ്കിന്റെ ഇതും നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. റിസ്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദി സ്ട്രേറ്റ് ലൈൻ സെറ്റ് ഔട്ട് ഓൾ ദ ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ദ റിസ്കി പോർട്ട്ഫോളിയോ ബി വിത്ത് റിസ്ക് ഫ്രീ ബോറോവിംഗ് ആൻഡ് ലെൻഡിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ്റെ പോയിന്റ് അവിടെ നിൽക്കട്ടെ. സോ ഈ സ്ട്രേറ്റ് ലൈൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. സോ ഈ സ്ട്രേറ്റ് ലൈൻ എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കയ്യിലുള്ള ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ബോറോ ചെയ്ത ഫണ്ട് കൂടെ ഞാൻ എടുത്ത് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ എനിക്ക് എന്താ സംഭവിക്കുക, ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുവാണ് അല്ലെ. എൻ്റെ ഫണ്ട് ഞാൻ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ കൂട്ടത്തിലേക്ക് തന്നെ എന്ത് വരുന്നു, ഞാൻ ബോറോ ചെയ്ത കടം മേടിച്ച ഫണ്ട് കൂടെ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്തായിരിക്കും, അങ്ങനെ ഒരു ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ എടുക്കേണ്ട റിസ്ക് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിനനുസരിച്ച് കൂടിയൊരു റിട്ടേണും എനിക്ക് ലഭിക്കും. സോ അതുകൊണ്ടാണ് എപ്പോഴും ബി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ, ആ റിസ്കി പോർട്ട്ഫോളിയോയുടെ റിട്ടേണിനും റിസ്കിനേക്കാൾ കൂടുതൽ വളരെ വലിയ ഒരു റിട്ടേണും റിസ്കുമായിരിക്കും എനിക്ക് എവിടെ കിട്ടുക, ഈ ലിവേർഡ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുക. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ റിസ്ക് കുറച്ച് റിട്ടേൺ മാത്രം കൂടുന്നു, അല്ലെങ്കിൽ റിട്ടേൺ കൂടാതെ റിസ്ക് മാത്രം കൂടുന്നു എന്നല്ല, രണ്ടും കൂടുന്നുണ്ട്. റിട്ടേണും കൂടുന്നുണ്ട്, റിസ്കും കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ലെൻഡിങ്ങിന്റെ ആ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടല്ലോ, അത് തന്നെ മുമ്പിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിനും ചില എന്താ പറയാ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇത് നേരെ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോവില്ല. RF മുതൽ ബി വരെയുള്ളത് ഒരു സ്ട്രേറ്റ് ലൈനും, ബി മുതൽ മുകളിലേക്ക് വരുന്ന ബോറോവിങ്ങിൻ്റെത് മറ്റൊരു സ്ട്രേറ്റ് ലൈനുമാണ്. അത് ഒന്നിച്ചൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോവില്ല, രണ്ട് സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോവുക എന്ന് വെച്ചാൽ അവിടെ ഈ ബിയുടെ അവിടുന്ന് ഒരു ബെൻഡ് ഉണ്ടാവും എന്നൊക്കെയാണ് ചില ആൾക്കാർ വാദിക്കുന്നത്. നിങ്ങൾ പല ബുക്കിലും പല രീതിയിലാണ് അതുകൊണ്ട് ഫോട്ടോസ് കിട്ടുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ ഒരു ഫോട്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ 2 വരകളായിട്ടാണ് അത് കാണിക്കുക. അവിടെ ഒരു ബെൻഡ് ഉണ്ടാവും. RFന്റെ അല്ലെങ്കിൽ ലെൻഡിങ്ങിന്റെ സ്ലോപ്പ് ആയിരിക്കില്ല ബോറോവിങ്ങിന്റെ സ്ലോപ്പ്. സോ അതവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. സോ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, എന്താണ്, നമ്മൾക്ക് ബോറോവ്ഡ് ഫണ്ട് അല്ലെങ്കിൽ ലിവേർഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളുടെ 100% ഫണ്ട് നമ്മൾ ഒരു റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിസ്ക്കും ഉണ്ടാകും. ഒബിയസ്ലി റിസ്ക് കൂടുന്നതിനനുസരിച്ച് നമ്മൾക്ക് എന്തുകൂടെ കൂടുതൽ കിട്ടും, റിട്ടേണും നമ്മൾക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ എഫിഷ്യന്റ് ഫ്രണ്ടിയർ വിത്ത് ബോറോവിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ ഇവിടെ വരാൻ കാരണം, ഞാൻ എൻ്റെ പ്രപ്പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്ട്രേറ്റ് ലൈനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ എനിക്ക് എന്ത് ചെയ്യാം, RFനോട് ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ബിനോട് ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബിന് മുകളിലേക്ക് ഈ പോയിന്റിൽ എവിടെ വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം, ഈ ബിന്റെ താഴേക്ക് ഈ പോയിന്റിൽ എവിടെ വേണേലും ഇൻവെസ്റ്റ് ചെയ്യാം. സോ എൻ്റെ പ്രൊപ്പോർഷൻ എത്രത്തോളം മാറുന്നു അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ എവിടെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ വന്ന് നിൽക്കുന്നത് എന്ന് തീരുമാനിക്കപ്പെടുക. സോ ഇതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. സോ ഇത് ഇത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ.
സോ നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ആണ്. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നതും ഇതും കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ്. കാരണം ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് നമുക്ക് CML SML തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. സോ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും കുറച്ച് അസംഷൻസ് ഉണ്ട്. നമ്മൾ CAPM പറഞ്ഞ സെയിം അസംഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓൾ ഇൻവെസ്റ്റേഴ്സ് ആർ അസ്യൂംഡ് ടു ഹാവ് ഐഡന്റിക്കൽ എക്സ്പെക്ടേഷൻസ്. എല്ലാ ഇൻവെസ്റ്റേഴ്സും, ഈ ഭൂലോകത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ എക്സ്പെക്ടേഷൻ ആണ് ഉള്ളത്. എവറി ഇൻവെസ്റ്റർ വിൽ സീക്ക് ടു കമ്പൈൻ the same risky portfolio B with a different level of lending and borrowing according to his desired level of risk. എല്ലാവരും എന്താണ്, ഒരേ റിസ്കി പോർട്ട്ഫോളിയോ ആണ് എടുക്കുന്നത്. ബി എന്ന് പറയുന്ന ആ സെയിം റിസ്കി പോർട്ട്ഫോളിയോ എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ പ്രപ്പോർഷൻ ചേഞ്ച് ചെയ്യുന്നു. ലെൻഡിങ്ങിലേക്കോ ബോറോവിങ്ങിലേക്കോ നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രപ്പോർഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു. അതിനർത്ഥം എല്ലാവരും എന്ത് ചെയ്യുന്നു, ഈ ബി എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള റിസ്കി പോർട്ട്ഫോളിയോ തന്നെയാണ് എടുക്കുന്നത്. പ്രപ്പോർഷനിൽ മാത്രമാണ് ചേഞ്ചസ് വരുത്തുന്നത്. All investors hold the same risky portfolio, then it will include all risky securities in the market. പിന്നെ പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, എല്ലാവരും ഒരേ പോർട്ട്ഫോളിയോ തന്നെ ഹോൾഡ് ചെയ്യുന്നു. എല്ലാവരും ഒരേ പോർട്ട്ഫോളിയോ തന്നെ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസും എവിടെ ഉണ്ടാവും, ആ പോർട്ട്ഫോളിയോക്കകത്ത് ഉണ്ടാവും അല്ലെ. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ ഇപ്പം 10 കമ്പനികളാണ് ആ ഒരു മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ, 10 കമ്പനികളുടെ ഷെയർ ആണ് ആ മാർക്കറ്റിൽ ഉള്ളതെങ്കിൽ, എല്ലാവരും ഒരേ പോർട്ട്ഫോളിയോ തന്നെയാണ് ഹോൾഡ് ചെയ്തേക്കുന്നതെങ്കിൽ ആ പോർട്ട്ഫോളിയോക്കകത്ത് ഈ 10 കമ്പനികളുടെ ഷെയർസും ഉണ്ടാവും ഇല്ലേ. കാരണം എന്തുകൊണ്ടാ, ഇപ്പൊ അതിൻ്റെ അകത്ത് ഒരാൾക്ക് ഞാൻ ഇന്ന കമ്പനിയുടെ ഷെയർ മേടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ, അപ്പം അയാളുടെ പോർട്ട്ഫോളിയോ ഡിഫറെന്റ് ആയിട്ട് മാറും. സോ എല്ലാവർക്കും ഒരേ പോർട്ട്ഫോളിയോ തന്നെ വേണമെങ്കിൽ അതിനർത്ഥം എന്താണ്, എല്ലാവരുടെ കയ്യിലും എല്ലാ സെക്യൂരിറ്റീസും അവരുടെ കയ്യിൽ ഉണ്ടാവും. സോ ഇങ്ങനെ ആ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസും ആ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന പോർട്ട്ഫോളിയോ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. സോ എങ്ങനെയാ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ടേം വന്നതെന്ന് മനസ്സിലായില്ലേ. സോ എല്ലാവരുടെ കയ്യിലും ഒരേ പോർട്ട്ഫോളിയോ ആണുള്ളതെങ്കിൽ ആ പോർട്ട്ഫോളിയോയിൽ എല്ലാ സെക്യൂരിറ്റീസും ഉണ്ടാകും. സോ അതിനെ നമ്മൾ മാർക്കറ്റ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നു. ഓൾ ഇൻവെസ്റ്റേഴ്സ് വിൽ ഹോൾഡ് കോമ്പിനേഷൻ ഓഫ് ഓൺലി 2 അസറ്റ്സ്. സോ ഈ എല്ലാവരുടെ കയ്യിലും മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാവരുടെ കയ്യിലും എന്തേ ഉണ്ടാവുള്ളൂ, 2 ടൈപ്പ് ഓഫ് അസറ്റ്സേ ഉണ്ടാവുള്ളൂ. ഒന്ന് ഈ മാർക്കറ്റ് പോർട്ട്ഫോളിയോയും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിസ്ക്ലെസ് സെക്യൂരിറ്റി. അത് ബോറോവിംഗ് ആയിക്കോട്ടെ ലെൻഡിങ് ആയിക്കോട്ടെ. സോ എന്താണ്, നമ്മുടെ കയ്യിൽ ആകെ എല്ലാ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തും 2 ടൈപ്പ് ഓഫ് അസറ്റേ ഉണ്ടാവുള്ളൂ. അതിന്റെ പ്രൊപ്പോർഷൻ പലതായിരിക്കാം, പക്ഷെ അസറ്റ് സെയിം ആയിരിക്കും. മാർക്കറ്റ് പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ റിസ്ക്ലെസ് സെക്യൂരിറ്റി, ഈ 2 സാധനമായിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. ഓൾ ദീസ് കോമ്പിനേഷൻസ് വിൽ ലൈ അലോങ് ദ സ്ട്രേറ്റ് ലൈൻ റെപ്രസെന്റിംഗ് ദ എഫിഷ്യന്റ് ഫ്രണ്ടിയർ. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ എന്താണ്, ഈ കോമ്പിനേഷൻസ്, ഈ 2 സെക്യൂരിറ്റീസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, 2 അസറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ പിന്നെ വരുന്നത് എന്താണ്, ഇത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ ആണ്, ഇത് തമ്മിലുള്ള കളികളാണ് ഇനി പിന്നീട് വരുന്നത്. സോ എത്ര പോർഷൻ ഞാൻ മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര പോർഷൻ ഞാൻ എന്താണ് റിസ്ക്ലെസ് പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതാണ് ഇനി ഞാനും ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ എപ്പോഴും എന്തായിരിക്കും, ഞാൻ എത്ര പ്രൊപ്പോർഷൻ വെച്ചാലും എന്താണ്, എന്റെ 100% ഞാൻ മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ വെച്ചാൽ എന്റെ 100% ഫണ്ടും ഞാൻ മാർക്കറ്റ് പോർട്ട്ഫോളിയോയിൽ ഇടുവാണെങ്കിൽ അത് നോർമലി എവിടെ വന്ന് നിൽക്കും, ഈ ഗ്രാഫിലെ ഈ M എന്ന് പറയുന്ന പോയിന്റ് വന്ന് നിൽക്കും അല്ലെ. അതുപോലെ തന്നെ എന്താണ്, എന്റെ 100% ഫണ്ടും ഞാൻ റിസ്ക് ഫ്രീക്കകത്ത് ഇടുവാണെങ്കിൽ അത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ വന്ന് നിൽക്കും, ഈ RF എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് നിൽക്കും. ഞാൻ ഇനി ബോറോ ചെയ്ത് കുറച്ചുകൂടെ ഫണ്ട് എടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ എമ്മിനേക്കാൾ മുകളിൽ വരുന്ന ആ ബോറോഡ് ലൈനിനായിരിക്കും എന്റെ എന്തുണ്ടാവുക, എന്റെ ഇൻവെസ്റ്റ്മെന്റ് വന്ന് നിൽക്കുന്നത്. സോ ഈ സ്ട്രേറ്റ് ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്തുണ്ടാവുക, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. സോ ഈ റിസ്ക് ഫ്രീ റേറ്റിനെയും ഈ മാർക്കറ്റ് പോർട്ട്ഫോളിയോയെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ നീട്ടി വരയ്ക്കുന്ന ഈ സ്ട്രേറ്റ് ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് വിളിക്കുക. കാരണം അവിടെ നമ്മൾക്ക് എന്താ ഉള്ളത്, മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആണ് ഇവിടെ നമ്മൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ദിസ് ലൈൻ ഫോംഡ് ബൈ ദ
action of all investors mixing the market portfolio with the risk-free asset is known as capital market line. So ഈ റിസ്ക് ഫ്രീ അസറ്റും അതുപോലെ തന്നെ ഈ ഒരു എന്താ മാർക്കറ്റ് പോർട്ട്ഫോളിയോയുടെയും പ്രൊപ്പോർഷൻ ആയിരിക്കും എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ആൻ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ഓൺ ദ CML ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിത്ത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു CML-ലുള്ള ഈ CML എന്ന് പറയുന്ന ലൈനിലുള്ള ഏതൊരു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോയുടെയും എന്താണ് നമുക്ക് റിസ്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതാണ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറഞ്ഞു വരുന്നത്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് എഫിഷ്യന്റ് ഫ്രണ്ടിയർ നമ്മൾ നിവർത്തിയെടുക്കുന്ന സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് എന്താണ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് മാത്രമായിരിക്കും ഉണ്ടാവുക. എഫിഷ്യന്റ് ഫ്രണ്ടിയറിലാണ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് വരുന്നത്. സോ ബോറോവിംഗ് ലെൻഡിങ് നടത്തുന്നത് വഴി ഇത് നമ്മൾ ഈ എഫിഷ്യന്റ് ഫ്രണ്ടിയറിന്റെ കർവ് നമ്മൾ നിവർത്തിയെടുക്കുക ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എഫിഷ്യന്റ് ഫ്രണ്ടിയേഴ്സ് മാത്രം, എഫിഷ്യന്റ് ഫ്രണ്ടിയർ അല്ല, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. സോ ഇവിടെ വരുന്നത് ക്യാപിറ്റൽ ബാക്കി വരുന്നതാണ് എന്താണ്? റിസ്ക് ഫ്രീ റിട്ടേൺ RF റെപ്രസെന്റ്സ് ദ റിവാർഡ് ഫോർ വെയിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷനെ ആണ് നമ്മൾ പിന്നീട് പറയുന്നത്. സോ ഈ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ RF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇവിടെ വരുന്നത് RF എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. എന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ റിസ്ക് എടുക്കുന്നില്ല, എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യുകയും വെയിറ്റ് ചെയ്യുകയും മാത്രമാണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ ഞാൻ ഒരു കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, ഞാൻ റിസ്ക് വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല. എനിക്ക് ആകെ വരുന്ന ചെലവെന്ന് പറയുന്നത് ഈ ഒരു കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്യണം, അത് മാത്രമാണ് വരുന്നത്. സോ ഞാൻ ഈ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ RF എന്ന് വിളിക്കുന്നത്. സോ എന്റെ എന്താ ടൈം വെയിറ്റിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് ശരിക്കും ഈ റിസ്ക് ഫ്രീ അസറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ എന്ന് പറയുന്നത് നമ്മൾക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത് ആവറേജസിൽ, കാരണം മാർക്കറ്റ് പോർട്ട്ഫോളിയോ ആയതുകൊണ്ട് അത് ആവറേജ് ചെയ്ത് 0 ആയി പോകും. നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. സോ അല്ലെങ്കിൽ അത് നെഗ്ലിജിബിൾ ആയിട്ട് പോകും. പിന്നെ വരുന്ന പോർഷൻ എന്ന് പറയുന്നത് RM - RF ഡിവൈഡഡ് ബൈ സിഗ്മ M ആണ്. അത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും നമ്മുടെ റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു പോർഷനാണ് ശരിക്കും നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഈ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായത് കൊണ്ട് നമ്മൾക്ക് കിട്ടിയ റിട്ടേൺ ആണ്. ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറായതുകൊണ്ട് നമുക്ക് കിട്ടിയ റിട്ടേൺ. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോയിൽ നിന്ന് കിട്ടുന്നതാണ്. സോ അല്ലെങ്കിൽ റിസ്കി പോർഷനിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ്. സോ അത് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും എന്താണ്? നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായി. സോ അതുകൊണ്ടാണ് നമുക്ക് ഹയർ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നത്. സോ അതാണ് എപ്പോഴും എന്താണ്? റിസ്ക് പ്രീമിയം. സോ നിങ്ങൾ ഈ ഗ്രാഫ് നോക്കിയാൽ മതി. റിസ്ക് ഫ്രീ റേറ്റ് RF വരെ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് റിസ്ക് പ്രീമിയം എന്ന് പറയുന്ന ഒരു റേറ്റ് നമുക്ക് മുകളിൽ വരുന്നുണ്ട്. സോ ആ ഒരു പോർഷനാണ് ഇവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് ആൻ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് പോർട്ട്ഫോളിയോയിൽ നിന്നും നമ്മൾക്ക് കിട്ടുന്ന എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ടൈം പ്ലസ് പ്രൈസ് ഓഫ് റിസ്ക് ആണ്. നമ്മൾ വെയിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ പ്ലസ് നമ്മൾ റിസ്ക് എടുത്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. സോ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന റിട്ടേൺ ആണ് ആക്ച്വലി നമ്മളുടെ ടോട്ടൽ റിട്ടേൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ CML പ്രൊവൈഡ്സ് എ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് ആൻഡ് മെഷർ ഓഫ് റിസ്ക് ഫോർ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ്. സോ എന്താണ്? എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിന്റെ റിസ്ക് റിട്ടേണും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എത്ര റിസ്ക് എടുത്താൽ നമ്മൾക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു. സോ ഈ ഒരു ബന്ധമാണ് CMLന്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ആണ്, SML ആണ് വരുന്നത്. സോ SML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? CML നൽകാത്ത ഇൻഫർമേഷൻസ് കൂടെ നമ്മൾക്ക് എന്ത് കിട്ടും? ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിൽ നിന്ന് നമ്മൾക്ക് കിട്ടും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിനെ മാത്രമാണ്. അവിടെ ഇൻഎഫിഷ്യന്റ് പോർട്ട്ഫോളിയോസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ മാത്രമല്ല ഉള്ളത്. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോ ഉണ്ട്, അതിന് താഴേക്ക് വരുന്ന ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസും നമ്മൾക്കുണ്ട്, ഇല്ലേ? നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ അതുപോലെ ഒരു സിംഗിൾ സെക്യൂരിറ്റി, ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയിൽ മാത്രമായി
എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, എന്റെ 100% ഫണ്ടും ഞാൻ ഒരൊറ്റ പർട്ടിക്കുലർ സെക്യൂരിറ്റിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് തീരുമാനിച്ചാൽ എനിക്ക് അവിടെ അങ്ങനെ വേണേൽ ചെയ്യാം. സോ ഈ ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻ പോർട്ട്ഫോളിയോസിന്റെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പും എന്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല? ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ നിന്ന് കിട്ടില്ല. കാരണം ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനിൽ വരുന്നത് എപ്പോഴും എന്ത് മാത്രമായിരിക്കും? എഫിഷ്യൻ ഫണ്ടിയേഴ്സ് മാത്രമായിരിക്കും, എഫിഷ്യൻ പോർട്ട്ഫോളിയോസ് മാത്രമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ലെൻഡിങ്ങും ബോറോവിങ്ങും വഴി ഈ എഫിഷ്യൻ ഫണ്ടിയറിനെ നിവർത്തിയെടുക്കുന്ന ലൈനാണ് ആക്ച്വലി ഈ CML എന്ന് പറയുന്നത്. സോ ഈ ഒരു പോരായ്മ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷനും കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനിന്റെ അകത്ത് മെയിൻ ആയിട്ടും ടോട്ടൽ റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സോ നമ്മൾ നേരത്തെ സിംഗിൾ ഇൻഡെക്സിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒരു സെക്യൂരിറ്റിയുടെ റിസ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടോട്ടൽ റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിന്റെ സിസ്റ്റമാറ്റിക് റിസ്ക്കും അതിന്റെ അൺസിസ്റ്റമാറ്റിക് റിസ്കിന്റെയും കൂടെ ടോട്ടൽ ആണ്, അല്ലെ? നമ്മൾ നോർമലി പറയുന്നതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കൂടെ ചേരുന്നതാണ് ടോട്ടൽ റിസ്ക് എന്ന് പറയുന്നത്. ഫോർ എ വെരി വെൽ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ അൺസിസ്റ്റമാറ്റിക് റിസ്ക് ടെൻ ടു ബി സീറോ അല്ലെങ്കിൽ ടെൻ ടു ബിക്കം സീറോ ആൻഡ് ദ ഓൺലി റെലവന്റ് റിസ്ക് ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷേർഡ് ബൈ ബീറ്റ. ഈ സാധനമാണ് ഞാൻ നേരത്തെ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഒരു കാര്യം. സോ എന്ത് ചെയ്യുന്നു? നമ്മൾ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്താൽ എന്ത് സംഭവിക്കും? അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് സീറോയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ പിന്നെ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സെക്യൂരിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് കണക്കാക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്തിനെ കൺസിഡർ ചെയ്യേണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ കൺസിഡർ ചെയ്യേണ്ട. കാരണം എന്താണ്? അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. സോ നമ്മൾ എന്തുമാത്രം ചിന്തിച്ചാൽ മതി? നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിസ്കിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ഇല്ലേ? നമ്മൾക്കിപ്പോ ഒരു പ്രശ്നം വരുന്നു, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട, നമുക്കത് ഒഴിവാക്കി വിടാം. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യേണ്ടത്. സോ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. നമ്മൾക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും, മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്താൽ മതി. സോ അത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും? കുറഞ്ഞു പോയിക്കോളും. സോ നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾ സീറോ ആക്കാൻ സാധിക്കും. സോ നമ്മൾ അതിനെ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ ബാക്കി വരുന്നുള്ളൂ? സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വെച്ചാൽ ബീറ്റ മാത്രമാണ് പിന്നെ നമുക്ക് ബാക്കിയായിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ദ കറക്റ്റ് മെഷർ ഓഫ് എ സെക്യൂരിറ്റീസ് റിസ്ക് ഈസ് ബീറ്റ. അതുകൊണ്ട് തന്നെ ഈ SML അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അകത്ത് പറയുന്നത് ഏതൊരു സെക്യൂരിറ്റിയുടെ ആയിക്കോട്ടെ, ഏതൊരു പോർട്ട്ഫോളിയോയുടെ ആയിക്കോട്ടെ, ആക്ച്വൽ റിസ്ക് എന്ന് പറയുന്നത് ബീറ്റ ഫാക്ടർ മാത്രമാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് റിസ്കിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. പിന്നെ പറയുന്ന ബീറ്റ വാല്യൂ ഓഫ് 1 ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സെക്യൂരിറ്റി മൂവ്സ് അറ്റ് ദ സെയിം റേറ്റ് ആൻഡ് ഇൻ സെയിം ഡയറക്ഷൻ ആസ് ദ മാർക്കറ്റ്. നമ്മൾ ബീറ്റയുടെ കാര്യം നമ്മൾ ആദ്യം ബീറ്റ എന്താന്ന് പറഞ്ഞപ്പോൾ സിംഗിൾ ഇൻഡെക്സിന്റെ അകത്ത് ബീറ്റ എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, മാർക്കറ്റിന്റെ ചേഞ്ചിനനുസരിച്ച് ഒരു സെക്യൂരിറ്റി മൂവ് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോർഷനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. സോ മാർക്കറ്റിനോട് ചേർന്ന് മാർക്കറ്റ് എത്ര മൂവ് ചെയ്യുന്നു അതേ ഡയറക്ഷനിൽ അതേ റേറ്റിൽ മൂവ് ചെയ്യണമെങ്കിൽ അത് മാർക്കറ്റ് തന്നെ ആയിരിക്കണം, അല്ലേ? അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ഒരിക്കലും 100% എക്സാക്ട് മാർക്കറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. സോ എന്താണ്? എക്സാക്ട് മാർക്കറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയോ പോർട്ട്ഫോളിയോ നമ്മളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ അതിന്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം അത് എക്സാക്ട് മാർക്കറ്റിനനുസരിച്ചായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, സെയിം ഡയറക്ഷനിൽ, സെയിം പ്രൊപ്പോർഷനിൽ. സോ അതുകൊണ്ട് തന്നെ എന്താണ്? thus the beta of the market may be taken as 1. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നു, നമ്മൾ നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ നിഴൽ നീങ്ങുന്നു പറയില്ലേ, അതേപോലെ തന്നെ എന്താണ്? മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെയായിരിക്കും മാർക്കറ്റ് പോർട്ട്ഫോളിയോയും ചേഞ്ച് ചെയ്യുക. സോ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിന്റെ റിസ്കിനെ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മാർക്കറ്റിനേക്കാൾ റിസ്ക് കൂടിയതിനെ നമ്മൾ 1ന് മുകളിലേക്കും മാർക്കറ്റിനേക്കാൾ റിസ്ക് കുറഞ്ഞതിനെ നമ്മൾ 1ന് താഴേക്കും കൺസിഡർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് എന്താണ്? ദ സ്ട്രേറ്റ് ലൈൻ ജോയിനിങ് M and RF ഈസ് നോൺ ആസ് ദ SML. ഇവിടെ പറഞ്ഞേക്കുന്നത്, സോ നമ്മളിവിടെ ഇത് ആ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞതാണ് ഇവിടെ ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എക്സ് ആക്സിസിലുള്ള സാധനമാണ് ബീറ്റ. നമ്മൾ ബീറ്റ വാല്യൂ കൺസിഡർ ചെയ്യുവാണ്. 1 ഉണ്ട്, 2 ഉണ്ട്. ബീറ്റ വാല്യൂ 2, ബീറ്റ വാല്യൂ 1.
സോ നമ്മൾക്ക് എന്താണ് മാർക്കറ്റിനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ മാർക്കറ്റിന് എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും അതിന്റെ ബീറ്റ വാല്യൂ. സോ ഈ ബീറ്റ വാല്യൂവിനെ നമ്മൾ നേരെ മുകളിലേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം മാർക്കറ്റ് റിട്ടേൺ നമ്മൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സോ ഈ മാർക്കറ്റ് റിട്ടേൺ y ആക്സിസിൽ നിന്നും നമ്മൾ വലത്തേക്ക് വരയ്ക്കുന്നു. സോ ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് എം എന്ന് വെച്ചാൽ മാർക്കറ്റ് റിട്ടേണും മാർക്കറ്റ് റിസ്ക്കും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ആണ് മാർക്കറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത്. സോ ഈ മാർക്കറ്റ് വാല്യൂവും റിസ്ക് ഫ്രീ വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂവിനെയും തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? SML എന്ന് വിളിക്കുക. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഉണ്ട്, എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ട്, ഇൻഎഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ട്. എല്ലാം ഈ SMLന്റെ അകത്ത് ഉണ്ടാവും. എഫിഷ്യന്റും ഉണ്ട്, ഇൻഎഫിഷ്യന്റും ഉണ്ട്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് നമ്മൾക്ക് ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. The SML provides the relationship between the expected return and beta of security or portfolio is RI. Return പറഞ്ഞേക്കുന്നതാണ് റിസ്ക് ഫ്രീ പ്രീമിയം പ്ലസ് ബീറ്റ പ്ലസ് റിസ്ക് പ്രീമിയം ഓഫ് മാർക്കറ്റ്. സോ ഇത്രയും ചേരുന്നതാണ് എന്ത് ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻറ്റു ആർ മൈനസ് ആർ എഫ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഈ ഗ്രാഫിൽ തന്നെ നോക്കിയാൽ മതി. സോ ഈ ഒരു പോർഷനിലായിരിക്കും എന്തുണ്ടാവുക? ഈ എന്താണ് ബീറ്റ വാല്യൂ 1 വരുന്നു. ഈ 1-നനുസരിച്ചായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. സോ ഈ എമൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മാർക്കറ്റ് ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മാർക്കറ്റിനേക്കാൾ കൂടുതലായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് അസറ്റ്സും ഉണ്ടാവും, മാർക്കറ്റിനേക്കാൾ കുറവായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അസറ്റ്സും ഉണ്ടാവും. സോ ഈ ബീറ്റ വാല്യൂ 1-ൽ താഴെ വരുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ അസറ്റുകളാണ് എവിടെ വരിക? ഈ എമ്മിനും ആർ എഫിനും ഇടയിൽ വരുന്നത്. സോ അതിന്റെ വാല്യൂ എപ്പോഴും ബീറ്റ വാല്യൂ 1-ൽ താഴെ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ബീറ്റയേക്കാൾ അല്ലെങ്കിൽ മാർക്കറ്റിനേക്കാൾ ഫ്ലക്ച്വേഷൻ കൂടുതൽ കാണിക്കുന്ന അല്ലെങ്കിൽ വോളറ്റാലിറ്റി കൂടുതൽ കാണിക്കുന്ന സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ എമ്മിന് മുകളിലേക്ക് വരുന്നത്. ഈ എസ് എം എൽ ലൈൻ നമ്മൾ മുകളിലേക്ക് നീട്ടി വരച്ചിട്ടുണ്ടല്ലോ. സോ അതിന് മുകളിലേക്ക് വരിക. സോ ഇതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഉണ്ടാവും, പോർട്ട്ഫോളിയോസ് ഉണ്ടാവും, അത് മീൻസ് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ടാവും, ഇൻഎഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ടാകും. സോ ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടി. പക്ഷെ എന്തിന്റെ എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും എല്ലാ പോർട്ട്ഫോളിയോസിന്റെയും റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ CAPM. സോ നമ്മൾ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ SML ഇസ് നോൺ ആസ് CAPM. സോ എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു സെക്യൂരിറ്റിയുടെയോ ഒരു പോർട്ട്ഫോളിയോയുടെയോ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള ബന്ധത്തെ ഡിറൈവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത്. ദ എക്സ്പെക്ടഡ് റിട്ടേൺ on any security or portfolio can be determined from the CAPM formula if we know the beta of the security or portfolio. നമ്മൾക്ക് എന്താണ് ഒരു സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോയുടെയോ ബീറ്റ വാല്യൂ അറിയാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ഏത് മീൻസ് ആ ഒരു സെക്യൂരിറ്റിയുടെ റിസ്കോ റിട്ടേണോ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ ഏത് അസറ്റിന്റെയും റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്താണ് അതിന്റെ ബീറ്റ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇക്വേഷനകത്ത് RF എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റ് ആണ്. അത് നോർമലി എല്ലാത്തിനും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ RM എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ മാർക്കറ്റ് ആണ്. സോ അതും എല്ലാത്തിനും സെയിം ആയിരിക്കും. പിന്നെ ആകെ മാറ്റം വരിക എന്ന് പറയുന്നത് ഈ ബീറ്റ എന്ന് പറയുന്ന പോർഷനിൽ മാത്രമാണ്. സോ നമ്മൾ ഏത് സെക്യൂരിറ്റി ആണോ അല്ലെങ്കിൽ നമ്മൾ ഏത് പോർട്ട്ഫോളിയോ ആണോ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ റിലവന്റ് ആയിട്ടുള്ള ബീറ്റ വാല്യൂവിൽ മാത്രം മാറ്റം വരുത്തിയാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ആ ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. CAPM describes the
എക്സ്പെക്ടഡ് റിട്ടേൺ ഫോർ ഓൾ അസറ്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോസ് ഓഫ് അസറ്റ്സ് ഇൻ ദ എക്കണോമി. നമ്മുടെ എക്കണോമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിന്റെയും അതുപോലെ തന്നെ എല്ലാ പോർട്ട്ഫോളിയോസിന്റെയും എന്താണ് എക്സ്പെക്ടഡ് റിട്ടേണും റിസ്ക്കും തമ്മിലുള്ള ബന്ധം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിട്ടേൺ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അതിന്റെ ഡിഫറൻസ് ഇൻ ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓഫ് റിലേറ്റഡ് ടു ദ ഡിഫറൻസ് ഇൻ ദ ഓക്കെ, അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ANT അല്ല ANY ആണ് അവിടെ വരേണ്ടത്. Any two. The difference in the expected return of any two assets can be related to the difference in their betas. So ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ പറഞ്ഞായിരുന്നു അല്ലെ, RF എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്, RM എന്ന് പറയുന്നതും എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതാണ്. സോ നമ്മൾ ഓരോ ഏത് സെക്യൂരിറ്റി ആണോ തിരഞ്ഞെടുക്കുന്നത് അതിനാകെ മാറ്റം വരുന്നത് എന്താണ്, ഈ ബീറ്റ പോർഷനിൽ മാത്രമാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓരോ ഏത് സെക്യൂരിറ്റി നമ്മൾ തമ്മിൽ കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ആകെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ള വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ മാത്രമാണ്. ബാക്കിയെല്ലാം എന്താണ്, കോമൺ ആണ്. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനും കോമൺ തന്നെയാണ്. ആ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിസ്ക് ഫ്രീ റേറ്റ് ആ മാർക്കറ്റിലുള്ള എല്ലാ സെക്യൂരിറ്റീസിനും കോമൺ ആയിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ പെർഫോമൻസ് അതും എല്ലാ സെക്യൂരിറ്റീസിനും കോമൺ ആയിരിക്കും. സോ നമ്മൾ സെക്യൂരിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആകെയുള്ളത് വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ആ ഓരോ ഇൻഡിവിജ്വൽ ബീറ്റ വാല്യൂ മാത്രമാണ്. സോ നമ്മൾക്ക് ഈ ബീറ്റ വാല്യൂവിനെ തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യം ഇല്ല. സോ CAPM advocate that systematic risk is the only important ingredient in determining expected return. So CAPM പറഞ്ഞു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ടഡ് റിട്ടേൺ കാണാൻ വേണ്ടി നമ്മൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി, അതിന്റെ ബീറ്റ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ വാല്യൂ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, മറ്റൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം എന്താണ്, അത് എപ്പോഴും 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ആണ്, മാർക്കറ്റിന്റെ പെർഫോമൻസ് എല്ലാത്തിനും കോമൺ ആണ്. സോ അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ബീറ്റ വാല്യൂ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ നമ്മൾക്ക് ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻ ഇൻവെസ്റ്റർ ക്യാൻ എലിമിനേറ്റ് ഓൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സോ ദ റിലവന്റ് റിസ്ക് ഓഫ് ആൻ അസറ്റ് ഈസ് ഇറ്റ്സ് സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് നോട്ട് ദ ടോട്ടൽ റിസ്ക്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്ത് ചെയ്യുന്നു, അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് 0 ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് റിലവന്റ് ആയിട്ട് വരുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ ഉള്ളൂ. സോ അതിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ സമയം 9:05 നമുക്ക് ഈ ഒരു പോർഷൻ കൂടെ പറഞ്ഞു നിർത്താം. CML ഉം SML ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ CML ഉം SML ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ആകെ 2 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. CML എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ റിസ്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ അതിനെ സിഗ്മ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങൾ CMLന്റെ ഇക്വേഷൻ നോക്കിയാൽ മതി, അതിനകത്ത് സിഗ്മയാണ് നമ്മൾ എടുത്തേക്കുന്നത്. പക്ഷേ SMLലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമ്മൾ ബീറ്റ വാല്യൂ ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. CMLലേക്ക് വരുമ്പോഴത്തേക്കും CML വാലിഡ് ഫോർ എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് ഉള്ളി. എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് മാത്രമേ CMLനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണ്, എഫിഷ്യന്റ് ഫണ്ടിയറിനെ നമ്മൾ തല്ലി നിർത്തിയെടുക്കുക ചെയ്യുന്നത്. സോ CML എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലെൻഡിങ്ങും ബോറോയിങ്ങും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഫിഷ്യന്റ് ഫണ്ടിയറിനെ നിവർത്തിയെടുക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എഫിഷ്യന്റ് പോർട്ട്ഫോളിയോസ് മാത്രമേ ഉള്ളൂ. പക്ഷേ SMLന്റെ അകത്ത് എന്താണ്, ഇറ്റ്സ് വാലിഡ് ഫോർ ഓൾ അസറ്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോസ്. അതിനകത്ത് എഫിഷ്യന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റിംഗ് ആയിട്ട് വരുന്ന പോർട്ട്ഫോളിയോസ് ഉണ്ട്, ഇൻഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന പോർട്ട്ഫോളിയോസ് ഉണ്ട്, ബാക്കി വരുന്ന ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസും ഉണ്ട്. ഇത് രണ്ടുമാണ് ശരിക്കും SML ഉം CML ഉം തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് വെച്ചാൽ പ്രൈസിംഗ് ഓഫ് സെക്യൂരിറ്റീസ് വിത്ത് CAPM. സോ ഇവിടെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CAPM ഉപയോഗിച്ചുകൊണ്ട്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രൈസ് ഐഡന്റിഫൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, പക്ഷെ ഒരു പ്രൈസ് നമ്മൾക്ക് എങ്ങനെ ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ കറക്റ്റ്ലി പ്രൈസ്ഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. RI = P1 - P0 പ്ലസ് D1 / P0. അതിന്റെ വാല്യൂ നമ്മൾ തന്നിട്ടുണ്ട്. P1 എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ഒരു വർഷത്തിന് ശേഷം ഈ ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് എന്തായിരിക്കും, P0 എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള പ്രൈസ്, D1 എന്ന് പറയുന്നത് ആൻസിപ്പേറ്റഡ് ഡിവിഡൻഡ് ഫോർ ദ ഇയർ. സോ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഒരു റിട്ടേൺ വാല്യൂ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ റിട്ടേൺ വാല്യൂ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ CAPM ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. അതാണ് നമ്മൾ SMLുമായിട്ട് ബന്ധിപ്പിച്ച് വരയ്ക്കുന്നത്. സോ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. സോ നിങ്ങൾ ഇവിടെ നോക്കുക, ALP 3 കുത്തുകൾ, ആദ്യത്തെ 3 കുത്തുകൾ നോക്കുക, ALP.
സോ ഇതിന്റെ അകത്ത് എയും പിയും നമ്മൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി എന്താണ്, ഈ സ്ലൈഡിൽ തന്നെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. എൽ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത് സി എ പി എമ്മിന്റെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സി എ പി എം വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. സോ ഈ എ എൽ പി എന്ന് പറയുന്ന 3 വാല്യൂസും ഈ എസ് എം എൽ വാല്യൂസുമായിട്ട് എന്ത് ചെയ്യുന്നു, തട്ടിച്ചു നോക്കുന്നു അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. സോ നമ്മൾക്ക് എന്ത് കിട്ടും, എ എന്ന് പറയുന്ന വാല്യൂ ഈ എസ് എം എല്ലുമായിട്ട് കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്താൽ, എ എവിടെ നിൽക്കട്ടെ, എൽ നോക്കുക, ഈ എൽ എന്ന് പറയുന്ന വാല്യൂ എസ് എം എല്ലുമായിട്ട് കമ്പയർ ചെയ്താൽ അത് ഒരേ പോയിന്റിൽ തന്നെയാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്, സി എ പി എമ്മിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ തന്നെയാണ് ഇതിന്റെ വാല്യൂ ആയിട്ടും ഇവിടെ റിട്ടേണിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഇക്വേഷനും എന്താണ്, എസ് എം എൽ വരുന്ന വാല്യൂന്റെയും വാല്യൂസും സെയിം ആണ്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ്ലി പ്രൈസ്ഡ് ആണ്. ആൻഡ് എ നിങ്ങൾ കൺസിഡർ ചെയ്യുക, എ എന്ന് പറയുന്നത് എസ് എം എൽ റിട്ടേൺ എന്ന് പറയുന്നത് കുറവും ഈ എന്താണ് പ്രൈസിങ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലുമാണ്. സോ ഇവിടെ നോക്കിയാൽ എന്താണ്, നമ്മൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു സെയിം പ്രൈസിൽ, അല്ലെങ്കിൽ സെയിം റിസ്കിൽ നമ്മൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു, സെയിം പ്രൈസിൽ കൂടുതൽ റിട്ടേൺ. സോ അത് ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ? പലപ്പോഴും ഈ സാധനം പറഞ്ഞു പഠിച്ചു വെക്കുമ്പോൾ നമുക്ക് വരുന്നൊരു മണ്ടത്തരമാണ്, മുകളിലേക്ക് പോകുമ്പോൾ ഓവർ പ്രൈസും താഴേക്ക് വരുമ്പോൾ അണ്ടർ പ്രൈസ്ഡും ആണെന്നാണ് കോമൺലി പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. പക്ഷെ നിങ്ങൾ ചുമ്മാ ചിന്തിച്ചാൽ മതി, ഒരു ബെൻസ് കാറിന് ഒരു മാരുതി കാറിന്റെ വാല്യൂ വിലയിട്ടാൽ അത് അണ്ടർ പ്രൈസ്ഡ് ആണെന്നാണോ പറയുക, ഓവർ പ്രൈസ്ഡ് എന്നാണോ പറയുക? അണ്ടർ പ്രൈസ്ഡ് എന്നാണ്. കാരണം അണ്ടർ പ്രൈസ്ഡ് എന്ന് വരാൻ കാരണം വില കുറയുന്നതിലല്ല, ആ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ്. ഞാനൊരു സ്വിഫ്റ്റിന്റെ വില കൊടുക്കുന്നു, പക്ഷെ എനിക്ക് കിട്ടുന്നത് ബെൻസ് ആണ് എങ്കിൽ ആ ബെൻസ് അണ്ടർ പ്രൈസ്ഡ് ആണ്. എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയാൽ അതിനർത്ഥം എന്താണ്, അത് അണ്ടർ പ്രൈസ്ഡ് ആണ്. ഞാൻ കൊടുത്ത വില കുറവും കിട്ടിയ റിട്ടേൺ കൂടുതലും. സോ ആ രീതിയിൽ വേണം നമ്മൾ ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. സോ എ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് കുറവും റിട്ടേൺ കൂടുതലുമാണ്. സോ ഓട്ടോമാറ്റിക്കലി അത് എന്താണ്, അണ്ടർ പ്രൈസ്ഡ് ആണ്. ഓക്കെ, സോ എസ് എം എൽ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് ശരിക്കും അതിന്റെ കറക്റ്റ്ലി പ്രൈസ്ഡ് എന്ന് പറയുന്നത്. സോ ആ പ്രൈസ് ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ ആ പ്രൈസിൽ തന്നെ എന്താ സംഭവിക്കുന്നു, എനിക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നു, കുറവ് റിസ്കേ ഉള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി അത് അണ്ടർ പ്രൈസ്ഡും. താഴേക്ക് വരുമ്പോൾ എന്താണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഞാൻ കൂടുതൽ സെയിം പ്രൈസിന് തന്നെ മേടിക്കുന്നു, പക്ഷെ എനിക്ക് ആ കൊടുത്ത കാശിനുള്ള ബെനിഫിറ്റ് എനിക്ക് അല്ലെങ്കിൽ റിട്ടേൺ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല. സോ അത് ഓവർ പ്രൈസ്ഡ് ആണ്, ഞാൻ കൊടുത്ത കാശിനുള്ള മൂല്യം എനിക്ക് കിട്ടുന്നില്ല. സോ അതാണ് ഓവർ പ്രൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും സി എ പി എമ്മിൻ്റെ അകത്ത് വരുന്നത്. സോ എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കാരണം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇത്തിരി ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടിച്ചു പോകാതെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഏതെങ്കിലും പോർഷൻ. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് ബോറോവിങ്, ലെൻഡിങ്, സി എം എൽ, എസ് എം എൽ, ഈ 4 കേസിലാണ് നോർമലി ഡൗട്ട് ഉണ്ടാവുക. അല്ലാത്ത ഡൗട്ടുകളും ഉണ്ടാവും, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് ഈ 4 കാര്യങ്ങളാണ്. സോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.